അതിനുശേഷം നമ്മൾ മാഗി ഉണ്ടാക്കും. മാഗി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന ഈ മുട്ടയിട്ട് മിക്സ് ചെയ്യും. ഇതോ മാഗി റെഡി, മാഗി റെഡി. നല്ല രസമുണ്ട് കാണാൻ തന്നെ. യമ്മി യമ്മി യമ്മിയായോ. നൂഡിൽസ് കഴിക്കാൻ വേണ്ടി വാവക്കുട്ടി അമ്മമ്മടിയെ മുത്തച്ഛന്റെ ഒക്കെ കൂടെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. 9 മണിയായി. എനിക്ക് വല്ല ഉണ്ടാക്കിയിട്ടുണ്ടോ? ചുടുക്കട ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഉണ്ടായിക്കോളൂ. അമ്മ ഗോതമ്പ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കുകയാണ്. ഇപ്പൊ നോക്കിയേ, ഫുള്ള് ക്ലൗഡി ആയിട്ട്. നീ ഇത് എങ്ങനെ ഇട്ടിട്ട് ഉണക്കാനാ? ഞാൻ കുറച്ച് ഇതിലെടുത്ത് ടേസ്റ്റ് ചെയ്തു. ചട്ടി തുടച്ച് നടക്കുക. കുറച്ച് ലേശം കാണും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല രസമുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. രാവിലെ തന്നെ റേഷൻ കടയിൽ പോകണം, കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോകണം, പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകണം. നമ്മുടെ ചെറുപയർ കഴിയാറായി, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാണ്ട് രാവിലെ തന്നെ ഷോപ്പിങ്ങിന് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അതിനുമ്പ് പോയിട്ട് സാധനം വാങ്ങണം, കാരണം ഒടുക്കത്തെ വെയിലാണ്. ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ കഴിയില്ല. അപ്പം എത്രയും നേരത്തെ നമ്മൾ പോയി വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള സൊല്യൂഷൻ. ഓംലേറ്റ്, സാമ്പാർ, ദോശ. ഓംലെറ്റ് അല്ല, മുട്ട ദോശ. മുട്ട ദോശ. 9:30 മണിയായല്ലോ. 9 മണിയായി. എനിക്ക് വല്ല ഉണ്ടാക്കിയിട്ടുണ്ടോ? ചുടുക്കട ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഉണ്ടായിക്കോളൂ. കുക്കിംഗ്. മുരിങ്ങയുടെ ഇല, എരിശ്ശേരി. താഴത്തി ഇറക്കി വെച്ചോ. ഇതോ അടുപ്പ് 3 ഫ്രീ അല്ല, ഇപ്പൊ തിളപ്പിക്കാൻ പറ്റില്ല. ഉച്ചക്ക് വെക്കാം. ഞാൻ താഴത്തി ഇറക്കി വെച്ചാൽ മതി. അമ്മ ഗോതമ്പ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കുകയാണ്. ഇപ്പൊ നോക്കിയേ, വെയിലില്ല. എന്താ കാറ്റും. അതാ ഞാനും ആലോചിക്കണം, വെയിലില്ല. നോക്കിയേ, ഫുള്ള് ക്ലൗഡി ആയിട്ട്. നീ ഇത് എങ്ങനെ ഇട്ടിട്ട് ഉണക്കാനാ? ഇപ്പൊ മഴ പെയ്യുന്നുള്ള പോലെ നിക്കണ എന്തായാലും. ഞാൻ കുറച്ച് ഇതിലെടുത്ത് ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ചെയ്തെന്നാണോ ഇതില് പറയാ? ചട്ടി തുടച്ച് നടക്കുക. കുറച്ച് ലേശം ഇത്തിരി എടുത്തോളൂ. ഇതാ അതിലുണ്ട്, എടുത്തുതരാം. എങ്ങനെയുണ്ട് കാണിച്ചാ? സ്പൂണിൽ കാണിച്ചു തന്നാ കുറച്ച്. അത് കഴിഞ്ഞിരിക്കണു. ഇതിൽ നോക്കും. വെളിച്ചെണ്ണ കാണും. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ. വാവ്, പൊളിട്ടോ. ഇത് പൊളിച്ചുട്ടോ. അതിനകത്തുണ്ടോ? ബാക്കിയുള്ളത് അതിലേക്ക് ആക്കിയത്. വാവ്, സൂപ്പർ. 2 ദിവസത്തിന് കഴിഞ്ഞു. അമ്മ ഗോതമ്പ് ഫാൻ്റെ അടിയിൽ ഇട്ടിരിക്കുക. ഇതല്ലേ അവസ്ഥ പുറത്ത്, മഴക്കാറ്. ഞാൻ അതല്ല ആലോചിക്കണേ, രാവിലെ ഇരുന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഒരു വെയിലായിരുന്നു. ഞാൻ ആ റേഷൻ കടയിൽ പോയ സാധനം കൊണ്ടുവരുമ്പോഴൊക്കെ എന്താ വെയിൽ. ഇപ്പം നോക്കിയാൽ ഒന്നുമില്ല, ആകെ അങ്ങനെ അടഞ്ഞു കൂടി നിൽക്കുക. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? 1 മണി കഴിഞ്ഞൂല്ലേ? കഴിച്ചാലോ? ഇന്നലെ ഇലക്ട്രീഷ്യൻ വന്ന് ശരിയാക്കിയ സ്വിച്ച് ബോർഡാണ്. എങ്ങനെയുണ്ട്? പൊട്ടിപ്പൊളിഞ്ഞ ഒരു നന്നായിട്ടില്ലേ? പൊട്ടിപ്പൊളിഞ്ഞൊരു വഴിക്കായിട്ടുള്ള സാധനമായിരുന്നു. ഷോക്ക് അടിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇനിയിപ്പോൾ ഷോക്കൊന്നും പേടിക്കണ്ട, സംഭവം നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കുന്നത്. ഇളകണമൊന്നുമില്ല. അത് പിന്നെ ശരിയാക്കാം. അത് ഇളകുന്നുണ്ട്, ശരിയാണ്. റൂമിലുണ്ട്, പക്ഷെ അത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് തൽക്കാലത്തിന്, അതുകൊണ്ട് പേടിക്കാനില്ല. അത് കഴിച്ചാൽ അങ്ങ് പോകും. കറക്റ്റ് ആകും. വയറിന് ഒരു കുഴപ്പമുണ്ടാവില്ല. വയറ് നല്ല സൂപ്പറാവും. കഴിക്കല്ലേ ലഞ്ച്? ബീൻസ്, ക്യാരറ്റ് ഉപ്പേരി, മാങ്ങാച്ചാറ്, ചോറ്, നമ്മുടെ തൈര്, നമ്മുടെ അമ്മൂൻ്റെ സ്പെഷ്യൽ എന്താ പേര്, എലിശ്ശേരി ഏതാ, മുരിങ്ങക്കറി എന്ന് പറയാം. പിന്നെ നമ്മുടെ അച്ചാർ. വെണ്ടക്കപ്പുളി ഇതാ എവിടെ ഉണ്ട്? മുഖമാണോ? വെണ്ടക്കപ്പുളി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഓരോരോ പേരാണ്. ഓരോരുത്തർ വെണ്ടക്കപ്പുളി എന്ന് പറയും, ചിലർ സാമ്പാർ എന്ന് പറയും. പുളി കൂടുതലുണ്ട്, അതുകൊണ്ട് വെണ്ടക്കപ്പുളി എന്ന് പറയാം. സാമ്പാർ ഉണ്ടാക്കിയത് ഇച്ചിരി പുളി കൂടിപ്പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. മുരിങ്ങയില അടിപൊളി എന്ന് പറഞ്ഞാണ്ടല്ലോ, ചില്ലറ പൊളിയൊന്നുമല്ല. അത് മാത്രം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമുണ്ട്. അതിന് നല്ല സൊല്യൂഷൻ ആയിരിക്കും ആ സാധനം. ഇത് കഴിച്ചാൽ നന്നായിട്ട് ക്ലീൻ ആവും വയറ്. തൈരും കഴിക്കുന്നത് നല്ലതാണ്. പ്രോബയോട്ടിക്സ് ബാക്ടീരിയകളൊക്കെ കുറച്ച് ഉള്ളിലെത്താൻ നല്ലതല്ലേ. മുരിങ്ങയില ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആട്ടോ ചോറിലേക്ക്. ഹലോ ഗൈസ്, രാത്രിക്ക് എന്താ? രാത്രിക്ക് മാഗി ഉണ്ടോ? മാഗി ഇല്ലല്ലോ നമ്മുടെ അടുത്ത്. മാഗി വാങ്ങിക്കണം. മാഗിയാണോ അല്ല പരോട്ടയാണോ?
പൊറോട്ട കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഇനി അവിടെ വരെ പോകണം, അവിടെ വരെ പോകണം. 6 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടും 6 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വരണം. 12 കിലോമീറ്റർ. മാഗി ആണെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അടുത്ത കടയിൽ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും. ഇവിടെ പടിക്കലേക്ക് ഇറങ്ങിയാൽ മതി. രാവിലെ തൊട്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മൊത്തം മഴക്കാറ്. ഗോതമ്പ് ശരിക്കും ഉണക്കാൻ പോലും പറ്റിയിട്ടില്ല. ഫാൻ്റെ ചോട്ടിലിരിക്കുകയാണ് ഇപ്പോഴും. നാളേക്കെങ്കിലും വന്നാൽ എടുത്തിടാം. ഇതേ ചാറുന്നുണ്ടല്ലോ ചെറുതായിട്ട്. നോക്കിയേ, നല്ല ഗംഭീരം മഴക്കാറ് ഇട്ടാ. മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് ലേറ്റായിട്ട്. എന്താ പറഞ്ഞേ? ദോശ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ടേ. ഉണ്ടാക്കാലോ. ഞങ്ങൾ മാഗി ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. അമ്മയ്ക്കുള്ള ദോശ ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. ഭയങ്കരമായിട്ട് വിശക്കണുണ്ട് അത്ര. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാഗി തുടങ്ങാം. മാഗി അമ്മ ഒരുപാട് നിർത്തി കഴിക്കത്തില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കണം. പിന്നെ മാഗി ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. മാഗി നമ്മൾ മുട്ട ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിളോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് വെജിറ്റബിളായിട്ട് ഒന്നും ഇടാനില്ല. ഉള്ള ഉപ്പേരിയൊക്കെ ചുമ്മാ എടുത്ത് തിന്നാകെ തീർത്തു. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ഇപ്പോൾ ഒന്നും ഇനിയിപ്പോൾ വെട്ടി മുറിച്ചുണ്ടാക്കി വേവിച്ചുണ്ടാക്കിയിട്ടൊക്കെ വേണ്ട. അതിലും ഭേദം ഓംലേറ്റ് പോലെ അല്ലെങ്കിൽ ചിക്കി പൊരിച്ചിട്ട് അതിനകത്തോട്ട് മാഗി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പ്രോട്ടീനും കിട്ടുമല്ലോ. എന്താ ചെയ്യുന്നത്? എഗ് ഉണ്ടാക്കുക, ചിക്കി പൊരിക്കുക, അതിനകത്തോട്ട് മാഗി ഇടുക. അതിനകത്തോട്ട് ഇടാൻ പാടില്ല, ഇത് തനിയെ. ഇതെടുത്ത് തനിച്ച് മാറ്റി വെക്കും. അതിനുശേഷം നമ്മൾ മാഗി ഉണ്ടാക്കും. മാഗി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന ഈ മുട്ടയിട്ട് മിക്സ് ചെയ്യും. അപ്പൊ പ്രോട്ടീൻ അത്യാവശ്യത്തിന് കിട്ടുമല്ലോ. അതാണ് ഉദ്ദേശം. അതെ, എന്താ കാല് കണ്ടോ? എന്താ കാലിന് പ്രശ്നം കാണിച്ച്? മറ്റേ കാല് കാണിച്ച് നോക്ക്. കറുത്ത് ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് ദിവസം മുന്നേ കൂടി കളർ ഉണ്ടായിരുന്നു ഈ മിട്ടിയിലെ. കറുത്ത് ഓവർ ഹീറ്റ് ആയിട്ട്. ചൂട് കാരണം നോക്ക്, ഇപ്പൊ കുളിച്ച് വന്നേ ഉള്ളൂ, പിന്നെയും വേർക്കണു. സഹിക്കാനേ വയ്യ എനിക്ക് ചൂട്. ഹീറ്റ് നോക്ക്. ചെന്നൈയിലെ ചൂട് ഒരുമാതിരി വൃത്തികെട്ട ചൂടാണ്. ഇന്ന് ഞാൻ നെട്ടിപ്പോ ഇന്നാ ഞാൻ നോട്ടീന്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ വാങ്ങിച്ചു തരേണ്ടി വരും കേട്ടോ. ശരി. ഇവിടെ മാഗി പൊട്ടിച്ചോണ്ടിരിക്കുക. വെള്ളം തിളക്കാരായി. ശീഘ്രം വേണോ. ഒരു ഇമോഷണൽ ലെസ് ആയിട്ടിരിക്കുന്നേ. ചൂട് സഹിക്കാൻ വയ്യ. പൊട്ടിക്കോ 4 പൊട്ടിക്കോ. മാഗി റെഡി. നിങ്ങൾക്ക് വിശക്കണില്ലേ? ദോശ ഒന്നില്ലേ? എന്നാലും മാഗി കഴിക്കണ്ടേ? കുറച്ച് വേണം. കുറച്ച് നല്ല രസമുണ്ട് കാണാൻ തന്നെ. യമ്മി വാവണ്ടായിരുന്നെങ്കിൽ പറയോ യമ്മീന്ന്. മുട്ട കണ്ട നല്ല രസമുണ്ട് കേട്ടോ. അത് ഫസ്റ്റ് ഞാൻ പൊരിച്ചെടുത്ത് മാറ്റി വെച്ച്, ചിക്കി പൊരിച്ച് മാറ്റി വെച്ച് രണ്ടാമത് മാഗിയിലേക്ക് ആഡ് ചെയ്തതാണ്. കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞ ടേസ്റ്റ് ഉണ്ട്, ഉപ്പുണ്ടോ, മുളകുണ്ടോ. ഞാൻ വയലേക്ക് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴാണ് ഇത് വയലേക്കാൻ പോകണം. എനിക്ക് ഓക്കെയാണ്. ഇനി നിങ്ങൾ കഴിച്ചിട്ട് പറ രണ്ടാളും. മാഗി കൈസേ ഹേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല എരിവില്ലേ? അങ്ങനെയൊന്നുമില്ല, പാകത്തിനായിരുന്നു. സ്പൈസി അല്ല? പാക. മങ്ങൾക്ക് എരിവുണ്ടായിരുന്നോ? നൂഡിൽസ് കഴിക്കാൻ വേണ്ടി വാവക്കുട്ടി അമ്മമ്മടി മുത്തച്ഛൻ്റെ ഒക്കെ കൂടെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് വിഷ്വൽസ് കൂടി ഇവിടെ ആഡ് ചെയ്യാണ്. കുറെ ആയില്ലേ നിങ്ങൾ വാവക്കുട്ടീനെ കണ്ടിട്ട് വ്ളോഗിലൊക്കെ. വെള്ളം കുപ്പി. ഡ്രസ്സ് തിരുമ്പാനുണ്ടല്ലോ, അലക്കാനുണ്ടല്ലോ. അലക്കാനുള്ള സാധനങ്ങൾ താഴത്തേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും കേട് എടുത്തതിലേക്ക് അത്ര പറയാനുള്ളൂ. അങ്ങനെ മാഗിയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്യണം. കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. ക്ലയൻറ്റ് കുറച്ച് കറക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.